തിരൂർ പഴംകുളങ്ങര അൽ അമീൻ സാധു സംരക്ഷണ കമ്മിറ്റിയുടെ ഈ വർഷത്തെ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തെരഞ്ഞെടുത്ത 100 സഹോദരിമാർക്ക് കിറ്റുകൾ നൽകി. റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏഴൂർ, മതിലിങ്ങൽ, മുത്തൂർ, പഴംകുളങ്ങര ഏരിയയിൽ നിന്നും തെരഞ്ഞെടുത്ത 100 സഹോദരിമാർക്ക് നമസ്കാരക്കുപ്പായം, മുസല്ല, മുസ്ഹഫ് അടങ്ങിയ കിറ്റുകൾ നൽകി. മതിലിങ്കൽ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ വെച്ചായിരുന്നു വിതരണം. സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. വ്യക്തികളെ 100ഓളം ഭിന്നശേഷികളെ നമ്മൾ സന്ദർശിക്കുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് പല സമയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ അതിനോട് വളരെയധികം ചേർന്ന് നിൽക്കുവാൻ സമിതിയുടെ പ്രവർത്തകർ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ തിരൂരിലാകട്ടെ, നമ്മുടെ സമീപ പ്രദേശങ്ങളിലാകട്ടെ, ആവശ്യങ്ങളുള്ള വ്യക്തികൾക്ക് അവരിലേക്ക് കണ്ടെത്തുന്നതിന് സഹായിക്കുവാനും മനസ്സുകളായ വ്യക്തികളുടെ സഹകരണങ്ങൾ തേടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുവാൻ സമിതി പല രീതിയിൽ മുന്നോട്ട് വരുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പുളിക്കൽ ഹംസ, കെ പോക്കർ ഹാജി, ടി സൈനുദ്ദീൻ, നാലകത്ത് സക്കരിയ, പൂന്തല ഷമീർ ബാബു, പി ഹനീഫ, കീഴടത്തിൽ അബ്ദുറഹ്മാൻ, ഉബൈദ് കല്ലിങ്ങൽ റഷീദ് എന്നിവർ സംസാരിച്ചു. റംസാൻ റിലീഫിന്റെ 2ാം ഘട്ടം ഫെബ്രുവരി 21-നും നടന്നു. 3ാം ഘട്ടം മാർച്ച് ആദ്യവാരത്തിൽ തവനൂർ പ്രതീക്ഷാഭവനിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.